ധന്യ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ഒരു വിഷയം ഉണ്ടായിരുന്നു. നമ്മുടെ കടൽ മച്ചാൻ എന്ന ഫുഡ് വ്ളോഗറുടെ അവിടെ നഗ്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച് ആ വ്യക്തി ഒഫീഷ്യലായി ഒരു പരാതിയൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടതില്ല എന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വരുന്ന പുള്ളി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞിട്ടുണ്ട്, അവർ സൈബർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്, സൈബർ പോലീസിൽ അങ്ങേയറ്റം വിശ്വാസമാണുള്ളത് എന്ന് പുള്ളി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. പിന്നിൽ ആണ് ആണോ, അത് ആരാണോ ഇത് ക്രിയേറ്റ് ചെയ്തത്, അത് പ്രചരിപ്പിച്ചത് ആരാണോ അവർക്കെതിരെ നടപടി എടുക്കണം. അപ്പം അത് ശരിയായിരിക്കുമല്ലോ, അതുകൊണ്ടാണല്ലോ ഇത്ര ധൈര്യമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ കുറിച്ച് ഒരു കാര്യം പുറത്തു വരുമ്പോൾ നമ്മളത് വാർത്തയാക്കുന്നു. തിരിച്ച് അയാൾക്ക് എന്താണോ പറയാനുള്ളത് അതും നമ്മൾ പ്രേക്ഷകരെ അറിയിക്കണം എന്നുള്ളത് മാധ്യമപ്രവർത്തകരായ നമ്മളുടെ കടമയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത്. കാരണം കാണാതെ പോയ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, അതായത് കടൽ മച്ചാൻ്റെ വീഡിയോ കാണാതെ, തുണ്ട് വീഡിയോ കാണാതെ പോയ ആളുകളല്ല. കാരണം ആ തുണ്ട് വീഡിയോ അയാളുടേതല്ല എന്ന് പറഞ്ഞ് തന്നെ അയാൾ രംഗത്തെത്തുന്നു. അതിനെ ക്ലാരിഫിക്കേഷൻ അയാൾ തന്നത് പറയാതെ പോകാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ഈ എയുടെ കാലമായതുകൊണ്ട് ഇത് തുണ്ട് പടമാണോ, അതല്ല തുണ്ട് വീഡിയോ ആണോ വന്നത്, പണ്ടാണ് ഈ തുണ്ട് പടം എന്നൊക്കെ പറയുന്നത്. ജനങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഇങ്ങനെ ഒരു ആരോപണം എവിടെന്നെങ്കിലും ഉണ്ടായാലും പെട്ടെന്ന് പോയി ആത്മഹത്യയൊന്നും ചെയ്ത് കളയരുത്. അഥവാ ഒറിജിനൽ പുറത്തു പോയാലും ശരി, എയുടെ തലയിൽ വെച്ച് അങ്ങ് രക്ഷപ്പെട്ടെ. അതെ, തീർച്ചയായിട്ടും ഒറിജിനൽ ആണെങ്കിൽ പോലും ഇനി ഏതെങ്കിലും കാമുകിമാരെ വിളിച്ചപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്ത വല്ല തുണ്ട് പടവുമാണെങ്കിൽ അതും പിന്നെ അവര് ഇത് വെട്ടി പ്രചരിപ്പിച്ചതാണെങ്കിലും ഒക്കെ അതങ്ങ് വിട്ടേക്കുക. അതിന് ഉള്ള സ്ഥിതിക്ക് എയുടെ തല വെക്കുക. പിന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്, ഞാൻ സൈബർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ഇനി അവർ അന്വേഷിക്കട്ടെ. സൈബർ പോലീസ് കൃത്യമായി അത് അന്വേഷിക്കും. എന്തായാലും അത് കുഴപ്പമില്ല, പ്രിയ ചേച്ചി എന്നെ നോക്കി പഠിപ്പിക്കേണ്ട. സൈബർ പോലീസിൽ എനിക്കും വിശ്വാസമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും അതിനെ വിശ്വസിക്കും. ഇത് പറയുന്നത് നന്ദിയമ്മ, യു ആർ മൈ റോൾ മോഡൽ, കേസ് ഫയൽഡ്. അതായത് ആ തുണ്ട് പടം കേസ് ചെയ്തെന്ന്. അല്ല, എന്താണ് ഈ പുച്ഛത്തോടെ സംസാരിക്കുന്നത്? അല്ല, തുണ്ട് വീഡിയോ ഇത് ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, അയാൾ അതിൽ തെറ്റുകാരനല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ അയാൾ തെറ്റുകാരനല്ല, അയാളുടെ പടം മോർഫി. കാരണം ഇവിടെ എത്രയോ നടന്മാരുണ്ട്, എത്രയോ വലിയ സോഷ്യൽ മീഡിയ താരങ്ങളുണ്ട്, അവരുടെ ഒന്നും തുണ്ട് വരാൻ. അയാൾക്ക് അയാളുടെ ഫുഡ് ബ്ലോഗ് വെച്ചിട്ടും അയാളുടെ അല്ലാതെ വീഡിയോകൾ തന്നെ നല്ല റീച്ചാണ്. ഒരുപക്ഷെ അയാളുടെ വീഡിയോയ്ക്ക് റീച്ച് ഇല്ല, അതുകൊണ്ടാണ്. വീഡിയോക്ക് റീച്ച് ആവാനാണ് ഇത് ഇടുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇതിപ്പോ ആരോ മനഃപൂർവ്വം ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ആയിരിക്കും. എന്തായാലും ഇയാൾ ഈ പറയുന്നത് കടൽ മച്ചാൻ എന്ന് പറയുന്ന ആള് പറയുന്നത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ആരാണോ ഇത്തരം മോർഫിംഗ് കാണിച്ചത് അവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് കാണിച്ചിട്ട് പിന്നീട് സോഷ്യൽ മീഡിയ അത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റല്ല, ഇത് ആരാണെങ്കിലും അവർക്കെതിരെ കേസെടുക്കണം. ഒരാൾ സ്വയം ഇങ്ങനൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിൽ അവർ പബ്ലിഷ് ചെയ്തില്ല, ഇത് മറ്റാരെങ്കിലും കാണിച്ച കൂട്ടത്തിൽ അവരെടുത്ത് വീഡിയോ ഇയാൾക്ക് പണി കൊടുക്കാനായി ഇട്ടതാണെങ്കിൽ അവരും പുറത്തു വരിക തന്നെ വേണം. അതിൽ അങ്ങനെയാണെങ്കിൽ പോലും ഈ വിഷ്ണു എന്ന് പറയുന്ന വ്ളോഗർ അതിൽ തെറ്റുകാരനാണോ? അല്ല, ഒരിക്കലും അല്ല. കടൽ മച്ചാൻ തെറ്റുകാരനാണെന്ന് ഒരിക്കലും പറയില്ല. ഒരു ബൊട്ടീക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇയാളെ കുറിച്ച് നമ്മൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. കാരണം പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന അയാൾക്കും ഒരു സഹോദരിയുണ്ട്. പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടികൾ അവിടെ അനുഭവിക്കുന്ന ഒരുപാട് വേദനകൾ പല മീഡിയകളും പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് രംഗത്ത് വന്ന ബിരുദനാണ്. എന്തായാലും ഇപ്പോൾ പറയുന്നത് തവണ പലരും പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിൽ ഉപദ്രവിച്ചപ്പോഴൊന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനും അവർക്ക് തുല്യമാകും എന്ന് കരുതിയാണ്. ഈ തവണ പക്ഷേ മനസാക്ഷിയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് എന്നെ ഉപദ്രവിച്ചത്. അതുകൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങുകയാണ് പോരാട്ടം നിയമത്തിൻ്റെ വഴിയിൽ. പക്ഷേ ഈ പോരാട്ടത്തിൽ വിജയം എൻ്റെ ഒപ്പമായിരിക്കും. കാരണം തെറ്റ് ചെയ്യാത്ത എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിന്ന് എല്ലാവർക്കും ഞാൻ ഉറപ്പു തരികയാണ്, ഈ ഉപദ്രവിച്ച ആളുകളെ നിയമത്തിൻ്റെ മുന്നിലും നിങ്ങളുടെ മുന്നിലും ഞാനും കൊണ്ടുവരും. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. ബാക്കി ഞാൻ പറയണോ? പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ അമ്മയെ മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് ഈ പോലീസ് ആൻഡ് സൈബറിൽ വിശ്വാസമുണ്ട്. എനിക്കെതിരെ AI ന്യൂഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുവാനും വേണ്ടി തെളിവ് സഹിതം പരാതി നൽകി നിയമത്തിന്റെ വഴിയിൽ ഞാൻ ഏതറ്റം വരെ പോകാനും ഇനി നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്കുമെതിരെ ഇത്തരം വ്യാജ പ്രചാരണം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് എൻ്റെ പോരാട്ടം. എൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഷെയർ ചെയ്ത AI മെറ്റ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ സഹിതമാണ് ഇപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ നിന്ന കടൽ മച്ചാൻ, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റ എല്ലാ ഫോളോവേഴ്സിനും നന്ദി. ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഓഫീസേഴ്സിനും നന്ദി.
അതങ്ങനെ ഒരു പരാതി ക്രിയേറ്റഡ് ആണ് എങ്കിൽ അതിനെതിരെ നടപടി തീർച്ചയായിട്ടും. ഉണ്ടാകണം. ഒരാളും ഇങ്ങനെ ചെയ്യരുത്. അതെ, തീർച്ചയായിട്ടും. അത്തരം വീഡിയോകൾ കടൽ മച്ചാൻ അറിയാതെയാണ് അത് പുറത്തു വന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോൾ അയാൾ ദാരിദ്ര്യം പറഞ്ഞാണ് പണം ഉണ്ടാക്കിയതെന്നും അയാൾ കടലിൽ പോകാതെ അയാൾ കടലിൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോയി റീച്ച് ഉണ്ടാക്കാനായി വീഡിയോ എടുത്തതാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അതൊക്കെ ശരിയാണ്. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും കടൽ മച്ചാന്റെ ഭാഗത്ത് ന്യായമുണ്ട് എങ്കിൽ ഈ വീഡിയോ പ്രചരിപ്പിച്ചത് മറ്റാരെങ്കിലുമാണ് എങ്കിൽ അത് അയാളുടെ സ്വാതന്ത്ര്യത്തെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ കൂടെ ഹനിക്കുന്ന രീതിയിലാണ്. കാരണം ഇത്തരത്തിലൊരു വീഡിയോ അയാൾ പ്രചരിപ്പിക്കാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് അവനവൻ തന്നെ അവനവന്റെ കുഴി തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന ഒരാളാണ്. അത്യാവശ്യമല്ല, നല്ല റീച്ചുള്ള ആളാണ്. FB നേരിട്ട് ഫണ്ട് കൊടുക്കുന്നതിൽ രണ്ടുപേരിൽ ഒരാളാണ്. ഞാൻ ഇതിനോട് ചേർത്ത് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതിപ്പോ ഒരു വീഡിയോ പുറത്തിറക്കി, കടൽ മച്ചാന് ഇപ്പൊ അതിനെതിരെ പ്രതികരിക്കാനും കേസ് കൊടുക്കാനും അതിന്റെ പുറകെ നടക്കാനുമുള്ള സാഹചര്യമുണ്ട്. ഇതല്ലാതെ നമ്മളിപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എത്ര അരഗണ്ടായിട്ട്, എത്ര മോശമായിട്ട്, അത് ഫേക്ക് ഐഡികളിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആധാറുമായി ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇടയ്ക്ക് ഇങ്ങനെ ചർച്ചയായിരുന്നു. ശരിക്കും അത് വേണ്ടതാണ്. ജനസംഖ്യയേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുള്ള ഒരു കാലമാണിത്, ഇല്ലേ? അപ്പൊ ഈ ഫേക്ക് ഐഡിയിൽ വന്ന് ആരെയും എന്തും പറയാമെന്നുള്ള എത്ര മോശമായിട്ടാണ് ഈ നമ്മുടെ പല വീഡിയോയ്ക്കടിയിലും ഫേസ്ബുക്കിലും എല്ലാം കമന്റുകൾ ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു നല്ല പ്രവണത അല്ല, ഒരിക്കലുമല്ല. കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാധ്യമ പ്രവർത്തകൻ ഇതിൽ എന്ത് ചെയ്യുന്നെന്ന് നമുക്ക് മാത്രമേ അറിയാവൂ. നമ്മുടെ വീട്ടിലിരിക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ഇത് അവർക്കൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ഉണ്ടാക്കിയവരെ പറയണം, നിന്റെ അച്ഛനെ നിന്റെ അമ്മയെ ഇത്രയും മോശമായ രീതിയിൽ എന്തിനേറെ പറയുന്നത്. നമ്മുടെ മേക്കപ്പ് കൂടിപ്പോയി, അത് ഈ മേക്കപ്പ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് വരെ നമ്മളാണ്. നമ്മുടെ മേക്കപ്പ് കൂടിപ്പോയെന്നും പറഞ്ഞ് കമന്റ് ഇട്ടേക്കൊക്കെ വളരെ മാന്യമെന്ന് പറയാം. അതൊന്നും വലിയ വിഷയമല്ല. ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. നമ്മൾ എടുക്കുന്ന വാർത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, ആ വാർത്തക്കകത്ത് നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ കാണണ്ട. അല്ലെങ്കിൽ അതിന് നിങ്ങൾ വിമർശിക്കൂ. നിങ്ങൾ പറഞ്ഞ ശരിയല്ല, ആ വാർത്തയെ നിങ്ങൾ വിമർശിക്കൂ. അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തി വിമർശിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഞങ്ങൾ ചെയ്യുന്ന ജോലിയെ നിങ്ങൾക്ക് വിമർശിക്കാം, അല്ലാതെ ഞങ്ങളെ വിമർശിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. അത്ര മോശമായ കമന്റുകൾ നമുക്കെന്നല്ല വേറെ പലർക്കും വരുന്ന കമന്റുകൾ. ഒരു സ്കൂളിലെ ടീച്ചറായിരുന്നു, VRS എടുത്ത ഒരു ടീച്ചറുടെ മകളാണ് ഞാൻ ഒരിക്കൽ ഒരു ചാനൽ വെച്ച് വീഡിയോ എടുത്തപ്പോൾ എൻ്റെ അമ്മയെ മോശമായി പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് വന്നു. എന്നെ അത് വലിയ രീതിയിൽ സങ്കടപ്പെടുത്തി. അതുവരെ ഞാൻ കമന്റുകൾക്ക് മറുപടി കൊടുക്കാത്ത ഒരാളായിരുന്നു. കാരണം എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ, നമ്മളത് മൈൻഡ് പോലും ചെയ്യേണ്ട. കാരണം എവിടെ ഇരുന്ന് ഫ്രസ്ട്രേഷൻ തീർക്കാൻ പറ്റാത്തവന്മാർ നമ്മളെ കാണുമ്പോൾ തീർക്കുന്ന ഒരു സാധനം, അത് എങ്ങനെ കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ചെയ്യുന്നത് ജേർണലിസ്റ്റ് ആണെന്നേ അറിയാവൂ. ഞാൻ വന്നിരുന്ന് പറയുന്നത് വാക്കുകൾ എൻ്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചു വിട്ട കാര്യങ്ങളല്ല. അപ്പൊ എൻ്റെ അമ്മയെ പറഞ്ഞപ്പോൾ എനിക്ക് നന്നായി ചൊറിഞ്ഞു കയറി. പറഞ്ഞവന് ഞാൻ നല്ല രീതിയിൽ, നല്ല സംസ്കാരമുള്ള ഒരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ രീതിയിൽ തന്നെയാണ് അവന് മറുപടി കൊടുത്തത്. ചിലത് നമ്മളെ വലിയ രീതിയിൽ നമ്മളെ തന്നെ നെഗറ്റീവ് ആക്കി കളയും, വേദനിപ്പിച്ച് കളയും ചില കമന്റുകൾ. അത്തരത്തിൽ ഇയാൾക്കെതിരെ വന്നത് ഇപ്പോൾ ഒരു അമ്മയുണ്ട്, അച്ഛനുണ്ട്, സഹോദരിയൊക്കെ ഉള്ള ആളാണ് കടൽ മച്ചാൻ. വിമർശിക്കാം നമുക്കൊരാളെ, പക്ഷേ ആ തെറ്റ് അയാൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതില്ല എന്ന് മറ്റുള്ളവരെ അറിയിക്കേണ്ട ബോധ്യം. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ ആരോപണങ്ങൾ വരുന്നു എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ആരോപണങ്ങൾ ശരിയല്ല എന്ന് ആ വ്യക്തി തന്നെ നേരിട്ട് വന്ന് പറയുമ്പോൾ അതും പ്രേക്ഷകരെ അറിയിക്കാനുള്ള കടമ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇക്കാര്യം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. എന്തായാലും കടൽ മച്ചാനെ പോലെ എല്ലാവരും ഇത്തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം. ഇപ്പൊ വയനാട് സംഭവം ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാന്ന് പറഞ്ഞ ഒരു യുവതി തയ്യാറായപ്പോ അതിന്റെ ഇടയിൽ അത് ഫേക്ക് അല്ലായിരുന്നു, ഒറിജിനൽ ഐഡി തന്നെയാണ് അയാൾ ഒരു വൃത്തിയുടെ കമന്റ് പറഞ്ഞത്. എനിക്കും തരുമോ എന്ന് ചോദിച്ചിട്ട് അതിനുള്ള ശിക്ഷ നാട്ടുകാർ അയാൾക്ക് കൊടുത്തു. ചെന്ന് എടുത്തിട്ട് അടിച്ചുരുട്ടിയെന്നാണ് അറിയുന്നത്. അത്തരക്കാരെ വച്ചു പൊറപ്പിക്കാൻ പോലും പാടില്ല. അതുപോലെ തന്നെ ഏതൊരു മാനസികാവസ്ഥ പ്രവീണ എത്ര നാളുകൊണ്ട് അവർ ആ ഒരു സൈബർ പ്രശ്നം നടക്കുന്നതിന്റെ ഇടയിൽ അവർ പോകുന്നു, അവരുടെ മകളുടെ വരെ മോർഫ് ചെയ്ത ഫോട്ടോ ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നവർക്കെതിരെ നിയമം കർശനമാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇത്തരത്തിൽ മോശമായ കമന്റുകളും മോശമായ രീതിയിൽ. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾ പണ്ട് വിചാരിക്കും സ്ത്രീകളെ മാത്രമേ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് ഇത്തരത്തിൽ പ്രചരിപ്പിക്കൂ എന്നുള്ളത്.
അതൊക്കെ തെറ്റായ ധാരണയാണ്. ഇപ്പോൾ ഒരു പുരുഷനെതിരെയാണ് പല പുരുഷന്മാരും ഇത്തരത്തിൽ അനുഭവിക്കുന്നുണ്ട്. പല സ്ത്രീകൾ ഹണി ട്രാപ്പിൽ കുടുക്കി പല പുരുഷന്മാരെയും ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പെണ്ണിനെ അന്വേഷിച്ച് പോകണ ഞരമ്പ് രോഗികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സത്യസന്ധമായി ചിലപ്പോൾ അബദ്ധത്തിൽ വീണ് പോകുന്നവരുണ്ടാകും. ഇപ്പൊ ഇന്നൊരു വക്കീല്, നമ്മൾ രാവിലെ നമ്മുടെ സുനിൽ സാർ പറഞ്ഞ കാര്യം, ഒരു വക്കീല് പിന്നെ മുംബൈയിലാണ് 36 വയസ്സുള്ള ഒരു സ്ത്രീ, അവർക്ക് എന്തോ കേസുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ബോഡി ഐഡന്റിഫിക്കേഷൻ നടത്തണം എന്ന് പറഞ്ഞ് ഫുള്ള് തുണി അഴിച്ചിട്ട് അവര് വീഡിയോ, അതാണ് എനിക്ക് വന്നിട്ട് നിങ്ങളുടെ വസ്ത്രം അഴിക്കും എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇത്ര ബോധമില്ലേ? വാർത്തകളാണ് ഈ നമ്മളിത് ചർച്ച ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് സുനിൽ സാറിന് ഒരു കോള് വരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഹിന്ദിയിൽ. അതെ, ഓണമായിട്ട് സുനിൽ സാറിനെ വിളിച്ചവന് നല്ല ഒന്നാന്തര ഓണ സദ്യ സാറ് ഫോൺ വഴി കൊടുത്തിട്ടുണ്ട്. അവന്റെ പിതൃക്കളുടെ പിതൃക്കൾക്കും ഒക്കെ സാറ് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അക്കാര്യത്തിൽ ആ ഇടപെടലുകളൊക്കെ സത്യത്തിൽ അങ്ങനെ ആയിരിക്കണം എന്ന് തന്നെയാണ്. ഇവന്റെ ഒക്കെ തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നവരെ തന്നെ വിളിക്കണം എന്നുള്ളത് തന്നെ. എന്തായാലും കടൽ മച്ചാനെ സംബന്ധിച്ചിടത്തോളം ഈ വന്നതൊക്കെ പ്രചരിപ്പിക്കുന്നതാണ്. ഇതൊന്നും തൻ്റെ അറിവോടെയല്ല, താൻ അല്ല ഈ തുണ്ടുപടത്തിന്റെ പിന്നിൽ അന്ന് തറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നീതി ലഭിക്കട്ടെ, അദ്ദേഹത്തിന് നീതി ലഭിക്കട്ടെ എന്ന് തന്നെയാണ്. ഇനി പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിക്കുമ്പോൾ നമ്മുടെ മുകേഷിനെതിരെ പരാതി കൊടുത്ത ഇര വന്നിരുന്ന് ഇപ്പോൾ സ്മൈലി അയച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ആവാതിരുന്നാൽ നല്ലത്. കാരണം ആ ഇര പറയുന്നത് കേട്ടാൽ നമുക്ക് സത്യത്തിൽ നിഷ്കളങ്കയായ ഒരു ഇരയായി തോന്നിപ്പോ പലപ്പോഴും അവരുടെ വാക്കുകൾക്ക്. ഉമ്മ കൊടുത്തിട്ടുണ്ട്, എനിക്ക് അമ്മയിൽ മെമ്പർഷിപ്പ് വേണം, എനിക്ക് സിനിമ വേണം, അതുകൊണ്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരാളുമായി ഞാൻ മുന്നോട്ട് ബന്ധം സ്ഥാപിച്ചു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ സത്യത്തിൽ ഇതൊക്കെ ഗൗരവപരമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ മുകേഷിൻ്റെ തെളിവുകൾ ഉള്ളതുകൊണ്ട് ധൈര്യമായി നിൽക്കാൻ ഞാൻ രാജിവെക്കില്ല എന്ന് പറയാം. തെളിവുകളൊക്കെ മുഖ്യമന്ത്രി കാണിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലായി ഇത് നിൽക്കില്ല എന്നുള്ളത്. എന്തായാലും കടൽ മച്ചാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട്. ഓച്ചിറ പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൽ വിശദമായ വിവരങ്ങൾ പുറത്തു വരട്ടെ, മാതൃകാപരമായി ശിക്ഷയും ലഭിക്കട്ടെ.